അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീ സ്വയം പര്യാപ്തതയുടെ തലങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് നിരന്തരമായ പോരാട്ടഗാഥകൾ രചിച്ചുകൊണ്ടാണ്. ബന്ധനങ്ങൾ ഭേദിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആർജവം കാണിച്ചവരെയാണ് പിന്നീട് ചരിത്രം അടയാളപ്പെടുത്തിയത്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടി.കെ. പത്മിനി ആധുനിക കേരളത്തിലെ ചിത്രകാരന്മാർക്കിടയിൽ ഒരു മിന്നൽ പിണർ പോലെ തിളങ്ങിപ്പൊലിഞ്ഞ പ്രതിഭയായിരുന്നു. ചിത്രകലാ പഠനത്തിനായി തനി നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടി മദ്രാസിലേക്ക് വണ്ടി കയറിയതും അവിടെ എത്തി 4-5 വർഷത്തിനകം രാജ്യത്തെ തന്നെ ഒന്നാംനിര ചിത്രകാരിയായി മാറിയതും ഒരു ചരിത്രമാണ്. ജാതിമത ഫ്യൂഡൽ വ്യവസ്ഥിതി പ്രബലമായിരുന്ന കാലം. ചിത്രകല പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഉറച്ചുനിന്ന പെൺകുട്ടി വീട്ടുകാർ പ്രതികൂല മനോഭാവം പുലർത്തിയപ്പോൾ അമ്മാവന്റെ സഹായം തേടി. എതിർപ്പുകളെ അതിജീവിച്ച് പാരമ്പര്യവാദികൾ നെറ്റിച്ചുളിക്കുന്നത് അവഗണിച്ച് അമ്മാവന്റെ കൈപിടിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറി. അവളെടുത്ത ആർജവം ഇന്ത്യയിലെ മുൻനിര ചിത്രകാരുടെ കൂടെ അവളുടെ പേര് ചേർത്ത് വെച്ചു. 1960 മുതൽ 69 വരെയുള്ള കാലയളവിലാണ് പത്മിനി ചിത്രങ്ങളുടെ പിറവി. ഈ കാലയളവിൽ അവർ 30 എണ്ണച്ചായ ചിത്രങ്ങൾ ഉൾപ്പെടെ 230 ചിത്രങ്ങൾ രചിച്ചു. പത്മിനിയുടെ ചിത്രങ്ങളൊക്കെയും സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നവയായിരുന്നു. മിതമായ നിറങ്ങളുടെ പ്രയോഗം, ശക്തമായ രേഖാപ്രയോഗം എന്നിവയാണ് പത്മിനി ചിത്രങ്ങളുടെ പ്രത്യേകത. കേരളീയ ഗ്രാമജീവിതത്തിൽ കണ്ടും അറിഞ്ഞും അനുഭവിച്ചതും പങ്കുവച്ച പെൺജീവിതത്തിന്റെ സവിശേഷമായ ഒരാവിഷ്കാരമായിരുന്നു പത്മിനിയുടെ ചിത്രങ്ങൾ. ഗ്രാമജീവിതത്തിന്റെ മങ്ങിയ പശ്ചാത്തലത്തിൽ പരുക്കനായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീയുടെ ആവിഷ്കാരങ്ങൾ. പത്മിനിയുടെ സ്ത്രീകൾക്ക് രാജാ രവിവർമ്മ ചിത്രങ്ങളിലെ സ്ത്രീകളുടെ ഛായ അല്ല. അവർക്ക് പട്ടുസാരികളോ കസവു വേഷ്ടികളോ ആടെ ആഭരണങ്ങളോ ഇല്ല. പത്മിനിയുടെ പെണ്ണുങ്ങൾ മെലിഞ്ഞവരാണ്, നഗ്നരാണ്, കറുത്ത നിറവും ദ്രാവിഡ ശരീരമുള്ളവരുമാണ്. അവരുടെ ഭാവമാവട്ടെ പോരിമെന്നിറഞ്ഞതും. തികച്ചും തനിമയാർന്ന കേരളീയ സ്ത്രീ ജീവിതത്തിന്റെ കരുത്തുറ്റ ആവിഷ്കാരങ്ങൾ. സ്ത്രീ ലൈംഗികതയുടെയും ഉടലിന്റെയും സ്വാതന്ത്ര്യബോധം ചിത്രകലയിൽ ആദ്യമായി ആവിഷ്കരിച്ച മലയാളിയെന്നും പത്മിനി വിശേഷിപ്പിക്കപ്പെടുന്നു. 29ാമത്തെ വയസ്സിൽ ചിത്രകലയിലെ സ്വപ്നങ്ങളൊക്കെയും ബാക്കിവെച്ച് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞ അതുല്യ ചിത്രകാരിയുടെ ആശയങ്ങൾ വരകളിലൂടെ ഇന്നും ജീവിക്കുന്നു. അഷിത സജീവൻ, കൈരളി ന്യൂസ്.